Hey guys, this is Mohammed Jabir from LM2 Creation. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ കണ്ടന്റ് തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് അങ്ങോട്ട് പോയി ഫോളോ ചെയ്യും. അതിൽ കുറച്ച് പേരൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അൺഫോളോ അടിച്ചോളെ. ഇങ്ങനെ ആരൊക്കെയാണ് നമ്മൾ അൺഫോളോ ചെയ്ത് എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ സമയം ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിൽ. ഏത് അക്കൗണ്ടാണോ ചെക്ക് ചെയ്യുന്നത് ആ അക്കൗണ്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ 3 ബാർ ഒരു ഐക്കൺ കാണാൻ കഴിയും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് സെൻറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും, ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. അങ്ങനെ അക്കൗണ്ട് സെറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ യുവർ ഇൻഫോർമേഷൻ ആൻഡ് പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഡൗൺലോഡ് യുവർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നൊരു പേജ് കാണാൻ കഴിയും, അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓർ ട്രാൻസ്ഫർ ഇൻഫോർമേഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് വരുന്നത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലെ സെക്കൻഡ് ഓപ്ഷനായ സം ഓഫ് യുവർ ഇൻഫോർമേഷനെ ക്ലിക്ക് ചെയ്യുക. യെസ്, വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ താഴോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആൻഡ് ഫോളോയിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം താഴത്തെ അടിയിൽ കാണുന്ന ആ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഡൗൺലോഡ് ടു ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് റേഞ്ച് നിങ്ങൾക്ക് ലാസ്റ്റ് 3 months ആണോ 6 months ആണോ അല്ലെങ്കിൽ ഈ ഓൾ ടൈം ആണോ വേണ്ടതെന്നുള്ളത് നോക്കണം. ഞാൻ ഇതിൽ ഒരു ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഓൾ ടൈം തന്നെ കൊടുത്തുക. എന്നിട്ട് ഏറ്റവും അടിയിൽ കാണുന്ന ആ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ കഴിയും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഇമെയിൽ അഡ്രസ് ഇല്ലേ അതൊന്ന് ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് താഴെ ഈ ക്രിയേറ്റ് ഫയൽ കാണാൻ കഴിയും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വന്ന് കാണുന്നതാണ്. അതിനുശേഷം ഒരു 10 to 15 minutes അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ആ ഇമെയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വരിക. അങ്ങനെ നിങ്ങൾ ഇവിടെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇമെയിൽ കൊടുത്ത് ഒരു 10 to 15 minutesനുള്ളിൽ നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നിങ്ങൾ ഇവിടെ വരണം, നിങ്ങളുടെ അക്കൗണ്ട് എടുക്കണം, അക്കൗണ്ട് സെൻറ്ററിൽ പോയി. അത് ഞാൻ ഒന്നും കൂടെ പിന്നീട് കാണിച്ചു തരാം, ജസ്റ്റ് അല്ലെങ്കിൽ ബാക്ക് ഇറങ്ങിയിട്ട് ഒന്ന് കാണിച്ചു തരാമേ. വീണ്ടും അക്കൗണ്ട് സെൻറ്റർ എടുക്കുക. ഇതിൽ യുവർ ഇൻഫോർമേഷനിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് യുവർ ഇൻഫോർമേഷൻ. അവിടെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും, ജസ്റ്റ് അതിൽ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചോദിക്കും, ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഫയൽ മാനേജർ എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു സംഭവം സിപ്പ് ഫയലായിട്ടാണ് വന്ന് കിടക്കുന്നത്. ജസ്റ്റ് ആ സിപ്പ് ഫയലിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ കണക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഫോളോവേഴ്സ് ആൻഡ് ഫോളോയിങ് എന്ന് പറയുന്നൊരു ഫോൾഡർ കാണാൻ കഴിയും, ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഫോളോയിങ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ HTML വ്യൂവറിൽ ഇട്ട് ക്ലിക്ക് ചെയ്യണം. ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. എന്നിട്ട് സെലക്ട് ആൾ കൊടുത്തിട്ട് കോപ്പി ചെയ്ത് മാറ്റുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫോളോവേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതും നിങ്ങൾ ജസ്റ്റ് എടുക്കണം, ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് അതും ഒന്ന് സെലക്ട് ചെയ്യണം, കോപ്പി പേസ്റ്റ് ചെയ്യണം. ദെൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബൈ മിസ്റ്റേക്ക് പോകുന്ന ഒരു പേടിയുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ ജസ്റ്റ് ആ 2 ലിസ്റ്റും ഒന്ന് സെൻഡ് ചെയ്തിട്ടുക നിങ്ങളുടെ സ്വന്തം ID-യിൽ. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെർച്ച് എഞ്ചിൻ ഏതാണോ, ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്യുക. അതിൽ ജസ്റ്റ് വന്നിട്ട് കമ്പയർ ടു ലിസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഞാൻ ഇത് ടോപ്പിൽ കാണുന്ന സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഈ സൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഏറ്റവും ടോപ്പിൽ ഒന്നിൽ ഫോളോയിങ് എന്നും ടൈപ്പ് ചെയ്തിടുക, ടൈറ്റിൽ ബിയിൽ ഫോളോവേഴ്സ് എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്തിടുക. ശേഷം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വാട്സപ്പിലാണോ സേവ് ചെയ്തിട്ടെങ്കിൽ വാട്സപ്പിൽ വരിക, ജസ്റ്റ് ഏത് ഫയലാണോ വേണ്ടത് അത് ആ ഫോളോയിങ്ങിൻ്റെ ഫയൽ എടുക്കുക, കോപ്പി ചെയ്യുക, ഇവിടെ വരിക, ആ ഒരു ഫോളോയിങ്ങിൽ പേസ്റ്റ് ചെയ്യുക. ദെൻ ദെൻ നെക്സ്റ്റ് ഫോളോവേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുക, കോപ്പി ചെയ്യുക. ദെൻ ഇവിടെ വന്ന് വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ താഴോട്ട് വീണ്ടും സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കേസ് ഇൻസെൻസിറ്റീവ് എന്ന് കാണാൻ കഴിയും, അത് കമ്പയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ 2 ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. അതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മളെ ഫോളോ ചെയ്യാത്തവരുടെ ലിസ്റ്റ്. അത് നോക്കിയിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫോളോ ചെയ്ത് കാണത്തില്ല,
ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺഫോളോ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അവർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇറ്റ്സ് മീ മുഹമ്മദ് ജാബിർ സൈനിങ് ഔട്ട് ഫ്രം NMG Creations.